Very good morning, dear students. So welcome to our 10th class on International Functional Business Strategies. So ഈ ഒരു ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദി അനദർ ചാപ്റ്റർ. അതിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട രണ്ട് സ്ട്രാറ്റജീസാണ്. ഒന്ന് പ്രൊഡക്ഷൻ സ്ട്രാറ്റജി, മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി. പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയിൽ ഗ്ലോബൽ വൈസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തിങ്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. സോ അതിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, so when you analyze each and every question, what if happen like this എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. സോ ഇതിൽ പറയുന്നത് മെയിനായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് 5 കാര്യങ്ങളിലാണ്. ദാറ്റ് ഈസ് 5 ടെക്നോളജീസ് ആർ ട്രാൻസ്ഫോമിങ് ഗ്ലോബൽ പ്രൊഡക്ഷൻ systems and unleashing a new wave of competition among producers. Exciting advances on the Internet of Things, അതിലാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. Second thing is artificial intelligence. Third one is advanced robotics. Fourth one is wearables and fifth one is 3D printing. ഇതിലാണ് ഈ 5 കാര്യങ്ങളിലാണ് മെയിനായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി കൂടുതലായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയിലായാലും ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജിയിലായാലും വാട്ട് ചേഞ്ചസ് വി ക്യാൻ ബ്രിങ് എന്നുള്ളതാണ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, സോ ഹിയർ ദേ ഹാവ് ഗിവൻ യു 10 വാട്ട് ഇഫ് questions. So ഇതിനെ ബേസ് ചെയ്തിട്ട് ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഓൺ ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ സ്ട്രാറ്റജി. സോ പ്രൊഡക്ഷൻ സ്ട്രാറ്റജീനെ കുറിച്ചിട്ട് ഒന്നും കൂടി വ്യക്തമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവ. ഓക്കെ, അപ്പോൾ നോക്കാം. ദ ഫാക്ടറീസ് ഓഫ് ദി ഫ്യൂച്ചർ. ഇനി ഭാവിയിൽ നമ്മളൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് അല്ലെങ്കിൽ ഫാക്ടറീസ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് മച്ച് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അണ്ടർ ഡെവലപ്ഡ് ഏരിയയിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത് വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഹാപ്പൻസ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തായിരിക്കും, എങ്ങനെയാണ് നമുക്കതിനുള്ള പ്ലാനിങ് നടത്തേണ്ടതിനെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടാനാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇഫ് ദ ഫാക്ടറി ഈസ് ടു സ്മോൾ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എനി അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. Okay, second thing is the best robot on the factory floor is the technology augmented operator. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ ഒരു ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. തേർഡ് വൺ ഇസ് വാട്ട് ഇഫ് യു ക്യാൻ ട്രാക്ക് ഇൻ റിയൽ ടൈം ദ പെർഫോമൻസ് ഓഫ് എവറി മെഷീൻ, എംപ്ലോയി ആൻഡ് സിസ്റ്റം ഇൻ യുവർ നെറ്റ്വർക്ക്. ദാറ്റ് ഈസ് അറ്റ് ദ ടൈം എന്താണ് നമ്മുടെ ഫാക്ടറിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മെഷീനിന് എന്താണ് നടക്കുന്നത്, അവിടെ സിസ്റ്റത്തിലിരിക്കുന്ന ആൾ എന്താണ് വർക്ക് ചെയ്യുന്നത്, ഒരു എംപ്ലോയിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് ലെവൽ എന്താണ്, വാട്ട് ഈസ് ഹീ ഡൂയിങ് ഇൻ റിയൽ ടൈം എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ്. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതാണ് വാട്ട് വി ഹാവ് നൗ അല്ലെങ്കിൽ വേർ വി ആർ നൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഇഫ് യു ക്യാൻ പ്രൊഡ്യൂസ് അറ്റ് ദ സെയിം കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി എനിവെയർ ഇൻ ദ വേൾഡ്, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ. പക്ഷെ അങ്ങനെ ഒരു സാധ്യത നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇൻകർ ചെയ്യുന്ന മാനുഫാക്ചറിങ് കോസ്റ്റിൽ തന്നെ ലോകം മുഴുവൻ നമ്മൾ എവിടെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നിന്നാലും ഈ ഒരു കോസ്റ്റിന് ചെയ്യാൻ പറ്റുമെങ്കിൽ
നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? പല കൺട്രീസിലും നമ്മുടെ ഈ എക്സ്ചേഞ്ച് റേറ്റ് വരുമ്പോൾ വരുന്ന ഡിഫറൻസസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റുകളിൽ വരുന്ന മാറ്റങ്ങൾ തന്നെ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ വലിയൊരു വിജയമാണത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും, വാട്ട് ചേഞ്ചസ് വി ക്യാൻ ബ്രിങ് ടു അവർ പ്രൊഡക്ഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇഫ് യുവർ കസ്റ്റമേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഓൺലി ഫോർ പെർഫോമൻസ് ആൻഡ് ഓൾ ദ വാല്യൂ ഓഫ് യുവർ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്ട്സ് കംസ് ഫ്രം ദി ഡിജിറ്റൽ ഫീച്ചേഴ്സ്. ഇപ്പോൾ ആൾക്കാർ പേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഫീച്ചേഴ്സിൽ വരുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ യു ഗോയിങ് ടു പെർഫോം, വാട്ട് ആർ ദ തിങ്സ് യു ഗോയിങ് ടു ഡു, നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പേ ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ. ആൻഡ് ദെൻ വാട്ട് ഇഫ് വിത്ത് ഹൈപ്പർ പേഴ്സണലൈസേഷൻ ബ്രാൻഡ് ബിക്കം ഇറെലവൻറ്റ്. നമുക്ക് അങ്ങനൊരു ഇറെലവൻസി ബ്രാൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. യു ക്യാൻ ടേൺ യുവർ റീസൈക്കിൾഡ് പ്രോഡക്റ്റ് ഇൻ ടു റോ മെറ്റീരിയൽസ് ഫോർ എ ന്യൂ പ്രൊഡക്ഷൻ ബാച്ച്. നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിനെ നമുക്ക് മറ്റൊരു പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയലായിട്ട് മാറ്റാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ വേറെ എന്ത് പ്രോഡക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ technologies do not diffuse beyond select large producers and technology giants. നമ്മുടെ ടെക്നോളജിയും ബാക്കിയുള്ളവരിനായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ over 80% of global production output is produced and delivered through contract manufacturing. ഇപ്പം നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരേ സ്ഥലത്ത് തന്നെയല്ല മാനുഫാക്ചറിങ് നടക്കുന്നത്. കോൺട്രാക്റ്റ് ബേസിസിലാണ് നമ്മൾ പല അതർ സ്മോൾ മാനുഫാക്ചറേഴ്സിനും ആക്സിലറി യൂണിറ്റ്സ് പോലെയുള്ള യൂണിറ്റ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഇഫ് ദ ടെക്നോളജീസ് ഫെയിൽ ടു ഡെലിവർ ഓൺ ദെയർ പ്രോമിസ്ഡ് വാല്യൂ, നമ്മൾ ഈ പറയുന്ന ടെക്നോളജികളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് റിസൾട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ആർ ഗോയിങ് ടു ഡു എന്നുള്ളതാണ്. Okay, and then way forward in international production strategy. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ identify the driving technologies of the current era, evaluate how technological advances are transforming industrial production sectors, understanding how the global economy is affecting technology and production through marketing strategy. അതേപോലെ തന്നെ ക്ലാരിഫൈ ദ റീജിയണൽ ആൻഡ് നാഷണൽ കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസിങ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ കൂടി ചെയ്യാനുള്ളത് ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസ് അവർ എങ്ങനെയാണ് ഇത്രയും സക്സസ്ഫുള്ളായിട്ട് അവർ വന്നത് എന്നുള്ളതിൻ്റെ റീസൺസാണ് അവർ തന്നിട്ടുള്ളത്. ദേ സോൾവ്ഡ് എ പ്രോബ്ലം ഇൻ എ നോവൽ വേ. പ്രോബ്ലം ഇല്ലാത്ത ഒരു കമ്പനീസ് ഇല്ല. അവരുടെ മുന്നിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലമിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. സോ ഇവരുടെ മുമ്പിലുള്ളത് എന്തായിരുന്നു? എല്ലാവരും മൊബൈൽ ഫോൺ ഇറക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഓഫ് ഐഫോൺ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ, അതായത് പല പ്രശ്നങ്ങളുണ്ടായാലും ഇതെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ദാറ്റ് ഈസ് ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഒരു പുതിയ മെത്തേഡിലേക്കാണ് അവർ കൊണ്ടുവരുന്നത്. സോ നോവൽ വേ, ദ ന്യൂ തിങ് അക്കോർഡിംഗ് ടു ദ ന്യൂ എറയിലേക്ക് മാച്ച് ചെയ്യാവുന്ന രീതിയിലേക്കാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ്. Okay, second thing is they used the solution to grow and spread quickly. അവർ യൂസ് ചെയ്യുന്ന ഓരോ സൊല്യൂഷൻസും എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാനും അതിൻ്റേത് വളർച്ചയിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ഈ ഒരു സൊല്യൂഷൻസ് അവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് തിങ് ഇസ് ദാറ്റ് സക്സസ് വാസ് ബേസ്ഡ് ലാർജ്ലി ഓൺ ദെയർ പ്രോഡക്റ്റ്. അപ്പോൾ അവർക്കിതിൽ വിജയം കൊയ്യാനായിട്ട് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അവരുടെ പ്രോഡക്റ്റിലൂടെയാണ്. അപ്പോൾ പ്രോഡക്റ്റിനെ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺസ് എല്ലായിടത്തും ഉണ്ട്, പല കമ്പനീസും ഇറക്കുന്നുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഐഫോണിൻ്റെ പ്രത്യേകതകൾ എന്താണ്?
എന്തുകൊണ്ടാണ് ആൾക്കാർ അതിൻ്റെ പുറകെ പോണത്? സോ ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഐ സീരീസ് അവർ ഇറക്കുന്നുണ്ട് അല്ലേ? അത് മറ്റു പലരും ഇപ്പോൾ കോപ്പി വരും, പക്ഷേ ഇവർ മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് മാത്രമാണ് നമ്മൾ, അതായത് ഒരു പുതിയ കാര്യം കൊണ്ടുവരാനായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് അവർ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റോ അതിലുള്ള ചേഞ്ചോ എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിക്കാൻ, ഇതൊക്കെ അവരുടെ സക്സസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ മാത്രമാണ്. Okay, so now we will see major factors involved in Apple strategy എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു അവർക്ക് സോൾവ് ചെയ്യേണ്ടി വന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. First thing is അവരുടെ competitors. Google is seen as the biggest competitor. Others Samsung, BlackBerry, HTC and Sony. ഇതൊക്കെയാണ് അവരുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. Second thing is Apple also conducts SWOT analysis of its computers. അപ്പോൾ ഓരോ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അവരവരുടെ കമ്പ്യൂട്ടർ ആയാലും മറ്റു പലരും ഇറക്കുന്നതായാലും ഓരോ കമ്പ്യൂട്ടറിൻ്റെയും സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ്സസ് എന്താണ്, അതിൽ നിന്നുകൊണ്ട് തന്നെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ്, ദറ്റ് ഈസ് എത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, മറ്റ് കമ്പനീസിൽ നിന്നോ മറ്റു പലരിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കുണ്ടാകാവുന്ന ത്രെറ്റ്സിനെ കുറിച്ചിട്ടും അവർ ഇതിൽ പറയുന്നുണ്ട്. Third one is product related market strategy. So when it creates a product, it automatically assumes that there is a market for it. അല്ല, നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ രൂപീകരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റിന് ഒരു മാർക്കറ്റ് ഉണ്ട്, ഇത് വിൽക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ദി കസ്റ്റമേഴ്സ് ആർ സ്റ്റിൽ അൺഅവെയർ ദാറ്റ് ദേ നീഡ് ദി പ്രോഡക്റ്റ് ആപ്പിൾ ഈസ് ഡെവലപ്പിംഗ്. അപ്പോൾ ആൾക്കാർക്ക് അറിയണില്ല അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ആപ്പിൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓരോ ദിവസവും ദേ ആർ ഗ്രോയിങ് എന്നുള്ളതും ദേ ആർ കസ്റ്റമൈസിങ് ഈച്ച് ആൻഡ് എവറി കസ്റ്റമർ എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നില്ല. ഓരോരുത്തരുടെ നീഡ്സും മനസ്സിലാക്കി അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പലരും അറിയുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. Okay, it will now be up to Apple to make the market realize that it wants and needs the product that it has to offer. After all, according to Steve Jobs, the customer does not know what he wants. Okay, കസ്റ്റമറിന് അറിയണില്ല എപ്പോഴും എനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കസ്റ്റമറിന് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്. ഓക്കെ, ഇനി യൂസിങ് ദ മ്യൂസിക് ബിസിനസ്. The computer branch of Apple makes heavy use of the music industry to boost its presence and consequently its sales. This has been described as the halo effect of the Apple brand, and a good example would be with regards to iTunes. അവർ ഇതിനോടൊപ്പം തന്നെ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് മ്യൂസിക് ബിസിനസ്സും കൂടി ഇതിനോടൊപ്പം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ യൂസ് ഓഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ഇൻ ബ്രാൻഡിംഗ് സ്ട്രാറ്റജി. ദ സ്ട്രാറ്റജി പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ ഇമോഷൻസ്. സോ നമ്മളൊരു കാര്യം പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും, ആൾക്കാരുടെ എന്താണ് വീക്ക്നെസ്സസ്, നമുക്ക് ബിസിനസ്സാക്കി മാറ്റാൻ പറ്റാവുന്ന വീക്ക്നെസ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ റിസർച്ചിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സർവീസ് ആൻഡ് സപ്പോർട്ട്. ഇറ്റ് സറൗണ്ട്സ് ദി പ്രോഡക്റ്റ് വിത്ത് സർവീസ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഹ്യൂമൻ ഇമോഷൻസ് ആണ് അവർ കണ്ടെത്തിയത്. ആ ഹ്യൂമൻ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരെ ഇമോഷൻസിന് ഏറ്റവും സ്മൂത്തിങ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സൂതിങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രോഡക്റ്റ് എന്താണോ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. Google's international production strategy. Google continues to push the boundaries of innovation and continue to launch new products on what seems like quarterly basis. Okay, അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ടു പുഷ് ദ ബൗണ്ടറീസ് ഓഫ് ഇന്നോവേഷൻ ആൻഡ് കണ്ടിന്യൂ ടു ലോഞ്ച് ന്യൂ പ്രോഡക്ട്സ്. അതായത് ബാരിയേഴ്സ് ഉണ്ടാക്കി വയ്ക്കലല്ല, ഇത് തടസ്സമാണ്, ഇവിടെ ഇങ്ങനെ ഒരു തടസ്സമുണ്ട്. ഈ ബാരിയേഴ്സ് മുഴുവൻ പുഷ് ചെയ്തുകൊണ്ട് തന്നെ ദേ ആർ ട്രൈയിങ് ടു ബ്രിങ് ഔട്ട് ന്യൂ സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ്
അപ്പോൾ ഇതിൽ പറയുന്ന അവരെങ്ങനെയൊക്കെയാണ് പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നിട്ടുള്ളത്, എങ്ങനെയാണ് പുതിയ വഴികൾ കണ്ടെത്തിയതെന്ന് നമുക്ക് നോക്കാം. ബെറ്റ് ഓൺ ടെക്നിക്കൽ ഇൻസൈറ്റ്സ് ദാറ്റ് ഹെൽപ്പ് സോൾവ് എ ബിഗ് പ്രോബ്ലം ഇൻ എ നോവൽ വേ. അതാണ് ഫസ്റ്റ് തിങ്സ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യണത് എങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക. ദാറ്റ് ഈസ് നോവൽ വേയിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് ബെറ്റ് ഓൺ ടെക്നിക്കൽ ഇൻസൈറ്റ്സ്. നമുക്ക് വരുന്ന ലിമിറ്റേഷൻസ് അതെല്ലാം തന്നെ ചലഞ്ചസ് നമ്മളത് എങ്ങനെയാണ് അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തിങ് ഈസ് ദിസ് സെൻറ്റൻസ് ആക്ച്വലി ഹാസ് 3 points ഹിഡൻ ഇൻസൈഡ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്നിക്കൽ ഇൻസൈറ്റ്സ് സ്റ്റാർട്ട് ബൈ ആസ്കിങ് വാട്ട് ഈസ് ഗോയിങ് ടു ബി ട്രൂ ഇൻ 5 years, where is the industry heading and why. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പിക്ചർ എന്തായിരിക്കും? സ്റ്റാർട്ട് ബൈ ആസ്കിങ് വാട്ട് ഈസ് ഗോയിങ് ടു ബി ട്രൂ ഇൻ 5 years. എന്തൊക്കെയാണ് സംഭവിക്കുക? വിത്തിൻ 5 years വാട്ട് ഈസ് ദ ക്ലിയർ പിക്ചർ? So you will be able to know what is going to happen after 5 years. The second question is, where is the industry heading? എവിടേക്കാണ് അവർക്ക് പോകേണ്ടത്? So where should they reach? So അവരെ ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അവർക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് വൈ ദേ ആർ ഡൂയിങ് ഓൾ ദോസ് തിങ്സ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലേ? അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി വൈ യു വാണ്ട് ടു ഡു ഓൾ ദോസ് തിങ്സ്, വൈ യു വാണ്ട് ടു റീച്ച് ദിസ് ഹൈറ്റ്. സോ യു ഷുഡ് ഹാവ് യുവർ ഓൺ എയിം എന്ന്. അപ്പോൾ ഓരോ കമ്പനീസിനും അവരവരുടേതായ എയിം ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് അച്ചീവ് ചെയ്യാനുള്ള ഗോൾ ഉണ്ടായിരിക്കും. വേർ ഷുഡ് ബി, വേർ ദേ ആർ, ഹൗ ദേ വിൽ അച്ചീവ് ഓൾ ദോസ് തിങ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസിനുള്ള മറുപടിയാണ് നമുക്കിതിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. Second thing is solve a big problem. What is the biggest issue that is blocking? അപ്പോൾ നമുക്കറിയാം നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ട് വലിയ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ വളർച്ചേനെ, നമ്മുടെ കമ്പനിയുടെ വളർച്ചേനെ ബാധിക്കാവുന്ന രീതിയിലുള്ള വലിയ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ സോൾവ് ചെയ്യാം. ആൻഡ് ദെൻ പുതിയ കാര്യങ്ങളിൽ നോവൽ വേ, that is what are the solutions to the big problem, what is novel way to approach this problem. അപ്പോൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ആരും തന്നെ കണ്ടുപിടിക്കാത്ത പുതിയ ഒരു പരിഹാരമായിരിക്കണം. ദാറ്റ് ഷുഡ് ബി എ ന്യൂ തിങ് വിച്ച് ദ പീപ്പിൾ വിൽ ആക്സെപ്റ്റ് ഹോൾ ഹാർട്ടഡ്ലി. അപ്പോൾ അവർ ജനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതൊരു പുതിയ കാര്യമാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ ശ്രദ്ധിക്കുള്ളൂ. പഴയ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിംഗിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ പുട്ട് ഇറ്റ് ഇൻ എ നെവർ മൈൻഡ് സ്റ്റൈൽ. So when you bring a new thing, when you solve the issue in a new way, new method, ആൾക്കാരത് ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് ഈസ് optimize scale, not for revenue. What matters in the end for a product is how much value it brings to its users and how many users it serves. Google always take into account how many users they can serve with the product. In essence, that always consider how to democratize technology. So ഇവിടെ നമ്മുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് വെറും ഒരു നിസ്സാര പൈസയ്ക്ക് വേണ്ടിയിട്ട്, നിസ്സാര റവന്യൂവിന് വേണ്ടിയിട്ടല്ല, നമുക്ക് എത്ര പേരിൽ റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ സർവീസസ് എത്ര പേര് അവെയിൽ ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഗൂഗിളിൻ്റെ കാര്യം തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ. നമ്മൾ എന്തിനും ഏതിനും നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ്. So whatever doubts you have or whatever things you want to know, you just Google it. അല്ലേ? സോ ഗൂഗിളിൻ്റെ മെയിൻ ഐഡിയ എന്തായിരുന്നു? ഹൗ ഇറ്റ് ക്യാൻ സെർവ് ടു ദി പീപ്പിൾ ആൻഡ് ഹൗ മെനി പീപ്പിൾ ക്യാൻ യൂസ് ഗൂഗിൾ.
ഓക്കെ, അപ്പോൾ ഏത് പ്രായക്കാർക്കും ഗൂഗിളിൽ കയറി അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടോ, അപ്പോൾ എത്ര പേർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും, സോ അതിലേക്ക് മാക്സിമം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഗൂഗിളിൽ അവർ ചെയ്യുന്നൊരു കാര്യം. സോ ദാറ്റ് ഈസ് ദ മോട്ടീവ് എന്ന് പറയുന്നത് നോട്ട് ടു ഫെച്ച് റവന്യൂ ക്രിയേറ്റ് ചെയ്യുക, റവന്യൂ ജനറേറ്റ് ചെയ്യുക മാത്രം, അത് ഓട്ടോമാറ്റിക്കലി അവിടെ ജനറേറ്റ് ചെയ്യും. അതിലുപരി നമുക്ക് ആൾക്കാർക്ക് എത്ര പേരിൽ നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ദെൻ ഫോക്കസ് പോയിൻ്റ്. അപ്പോൾ ഇതിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൗ ഡു വി മേക്ക് ഇറ്റ് ഈസിയർ ആൻഡ് എൻറ്റൈസിങ് ഫോർ മില്യൺസ് ഓഫ് യൂസേഴ്സ് ടു യൂസ് യുവർ awesome products. ഓക്കെ, അപ്പം നമ്മൾ ഇറക്കുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന സർവീസസ് ഹൗ പീപ്പിൾ ക്യാൻ യൂസ് ഇറ്റ് എഫിഷ്യൻ്റ്ലി. സോ അതിനുള്ള ഉത്തരം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് റവന്യൂ ഫെച്ചിങ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ജനറേറ്റ് റവന്യൂ. സോ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ ദി അൾട്ടിമേറ്റ് ഫോർ റവന്യൂ ക്രിയേഷൻ, ബട്ട് വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ദി പീപ്പിൾ. ആ ഒരു ഉദ്ദേശം അവിടെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. Here the key is to have a grow by strategy. For example, in the early stages of Google.com, they invested in improving the search engine rather than trying to put advertisement on every page to generate as much revenue as possible. നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയും, ഈ ഗൂഗിളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴും ഓരോ വീഡിയോസ് നമ്മൾ കണ്ടെത്തുമ്പോഴും അതിൻ്റെ പരസ്യങ്ങൾ വന്നു തുടങ്ങിയത് എപ്പോഴാണ് എന്നുള്ളതാണ്. ഇനീഷ്യലി ഒരു പരസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. സെർച്ച് എഞ്ചിനെ ഒന്നും കൂടി എഫിഷ്യൻറ്റ് വർക്കിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും മാക്സിമം ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, അതിനുള്ള ഒരു നെട്ടോട്ടമായിരുന്നു അവർ ചെയ്തു തരുന്നത്. സെക്കൻഡ് തിങ് അവരെന്താണ് ചെയ്യുന്നത്, ഇപ്പോഴാണ് ഈ റീസെൻറ്റ് ഡേയ്സിലാണ് അല്ലെങ്കിൽ റീസെൻറ്റ് ഇയേഴ്സിലാണ് അവരെന്ത് ചെയ്യുന്നത്, പരസ്യങ്ങൾ ഓരോ പേജിനും ദേ ആർ നൗ ഗിവിങ് അഡ്വർടൈസ്മെൻറ്റ്സ്. ദിസ് ഈസ് ദ പർപ്പസ് നൗ. ഇപ്പോൾ അവരെന്ത് ചെയ്യണത്, റവന്യൂ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി അവർ റവന്യൂ നോക്കിയിരുന്നില്ല. ഇനീഷ്യലി വാട്ട് വാസ് ദെയർ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനീഷ്യലി ദേ വാണ്ട് ടു റീച്ച് ദ പബ്ലിക്. How many of them are using our services? അതാണ് അവർ മോട്ടീവായിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് തിങ് ആണ് ഇപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ പേജിലും ദേ ആർ ഗിവിങ് അഡ്വർടൈസ്മെൻറ്റ്സ്. ദാറ്റ് ഈസ് ഫോർ റവന്യൂ generation. So initially when you introduce a product, don't give much importance for the revenue, give more importance, think practically how many of them are going to use your product, and then implement the advertisement or revenue generating methods. അപ്പോൾ ആദ്യം വേണ്ടത് പബ്ലിക്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അത് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു, ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും അറിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യാം, അഡ്വർടൈസിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുക. സോ ദാറ്റ് വി ക്യാൻ ഏൺ റവന്യൂ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ദ തേർഡ് തിങ്, ലെറ്റ് ഗ്രേറ്റ് പ്രോഡക്ട്സ് ഗ്രോ ദ മാർക്കറ്റ് ഫോർ എവ്രി വൺ. എല്ലാവർക്കുമുള്ള മാർക്കറ്റ്, അതായത് ഒരു നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതവിടെ എത്തട്ടെ. ലെറ്റ് ഗ്രേറ്റ് പ്രോഡക്ട്സ് ഗ്രോ ദ മാർക്കറ്റ് ഫോർ എവ്രി വൺ. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ബിൽഡ് ദ പ്ലാറ്റ്ഫോം പ്രോഡക്ട്സ്, not linear products. Business platform businesses are more valuable in the long term than linear businesses. So ഒരു ബേസ് ഉണ്ടാക്കുക, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. സോ ദാറ്റ് പ്ലാറ്റ്ഫോം വിൽ ലീഡ് ദാറ്റ് മെനി പീപ്പിൾ വിൽ നോ ദാറ്റ് ഓൺ ദി ബേസിസ് ഓഫ്. ഇപ്പോൾ നമ്മൾ ടാറ്റ ഓണർ എന്ന് പറയുന്ന വ്യക്തി ജാഗ്വറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ടൊയോറ്റ ബലാനൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വണ്ടികൾ ചെയ്യുന്നുണ്ട്, ബ്രസയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ നൗ ഇറ്റ് ഈസ് ഓരോരുത്തരും ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇറ്റ്സ് എ നോൺ തിങ്. സോ ഇറ്റ് ഈസ് ഈസി ടു റീച്ച് ദ പബ്ലിക്. അങ്ങനെയാണത് വരുന്നത്. സോ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ബിൽഡ് ദ പ്ലാറ്റ്ഫോം
products, not linear products. So the below are some examples of Google product that leverage the 3 key ingredients. എന്തൊക്കെയാണെന്ന് നോക്കാം. Google search, technical insight. AdWords, based on the insight that ads could be ranked and placed on a page based on their value as information to users. And third one is Google News. This site that aggregates news headlines from thousands of media outlets. ഒരു കാര്യത്തിന് മാത്രമല്ലല്ലോ ഗൂഗിളിൽ ന്യൂസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബലി നമുക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്കിതിൽ ഫിംഗർ പ്രിൻറ്റ്സ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഗൂഗിൾ ക്രോമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ്സ് ഗ്രൂ മോർ കോംപ്ലെക്സ് ആൻഡ് പവർഫുൾ. ബ്രൗസേഴ്സ് നീഡ് ടു ബി റീഎൻജിനിയർഡ് ഫോർ സ്പീഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്രോമിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾക്കാർക്ക് അടിച്ചു കൊടുക്കുമ്പോഴേക്കും ഇൻഫർമേഷൻ എത്തണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ റീഎൻജിനീയറിങ്ങിലൂടെ ചെയ്യുന്നതാണ്. നോളജ് ഗ്രാഫ് ആൻഡ് സെർച്ച്, അറേഞ്ചിങ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ in net into easy to consume format. YouTube content ID, Google Translate, Google Hangouts, various products that failed, Google Desktop, Google Notebook and Google Reader. ഇതൊന്നും വിചാരിച്ച അത്ര രീതിയിലേക്ക് ഹൈറ്റിലേക്ക് എത്തിയില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റേതായ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഈ ഗൂഗിൾ ഹാങ് ഔട്ട്സിൽ വരുന്നത് ട്രാൻസ്കോഡ്സ് വേരിയസ് വീഡിയോ ഫോർമാറ്റ്സ് ടു കണ്ടക്ട് ഗ്ലോബൽ വീഡിയോ കോൺഫറൻസസ് ഫ്രം എനി ഡിവൈസ്. ഏത് ഡിവൈസിൽ നിന്നും നമുക്ക് കോൺഫറൻസസ് നടത്തുവാനായിട്ടുള്ള കാര്യങ്ങളാണ് ഗൂഗിൾ ഹാങ് ഔട്ട്സിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ മെയിൻ തിങ്സ് എങ്ങനെയൊക്കെയാണ് എത്രത്തോളം ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നോട്ട് ഫോർ ദി റവന്യൂ ടു ദ റീച്ച് ഓഫ് ദി പബ്ലിക് എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് പ്രൈം മോസ്റ്റ് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. ദ റൈറ്റ് സ്ട്രാറ്റജി ഹാസ് എ ബ്യൂട്ടി ടു ഇറ്റ്, എ സെൻസ് ഓഫ് മെനി പീപ്പിൾ ആൻഡ് ഐഡിയാസ് വർക്കിംഗ് ഇൻ കൺസേർട്ട് ടു സക്സീഡ്. സോ എല്ലാവരും ഒരേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചത്. വെൻ വി ഗോ ഗ്ലോബലി വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് നോക്കുകയാണെങ്കിൽ ആർ ലൈക്ക് നാച്ചുറൽ റിസോഴ്സസ്. ദേ ആർ നോട്ട് ജസ്റ്റ് ലൈങ് അറൗണ്ട് ദി സർഫേസ്. യു ഹാവ് ടു ക്രിയേറ്റ് സർക്കംസ്റ്റൻസസ് വെയർ ദേ ഷോ ദംസെൽവ്സ്. ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ അവിടെ വളർത്താനായിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫ്രീഡം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. അത് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ഐഡിയാസ് ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പറഞ്ഞത് മാത്രം ചെയ്യാനാണ് ആൾക്കാർ വരുന്നതെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഒന്നും തന്നെ നമ്മൾ അറിയാനും സാധ്യതയില്ല, അതേപോലെ തന്നെ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്നത് HRM ഡീൽസ് വിത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ടു കോമ്പൻസേഷൻ, performance management, organizational development, safety, wellness, benefits, employee motivation, training and others. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ്, റൈറ്റ് പേഴ്സൺസിന് റൈറ്റ് പ്ലേസിൽ നിന്ന് അപ്പോയിൻറ്റ് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അവരുടെ കോമ്പൻസേഷൻ, അവരുടെ പേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, സ്കിൽ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അത് കൊടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ റിസൾട്ട്സ് അംഗീകരിക്കുക, ഡൗട്ട് വരുന്ന ഏരിയകളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ കമ്പനി ഓരോരുത്തരെയും കൊണ്ട് നടക്കണം. നമ്മളിപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലുപരി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ദാറ്റ് ഈസ് നമ്മൾ ഇവരെ ചേർത്ത് കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദ ന്യൂ റോൾ ഇൻ സ്ട്രാറ്റജിക് HRM എന്ന് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ HRM ഇസ് നൗ മൂവ്ഡ് ടു ദ സ്ട്രാറ്റജിക് യൂട്ടിലൈസേഷൻ ഓഫ് employees and the measurable impact of employee programs over business. Strategic HRM takes the HRM responsibilities one step further. സോ നോർമൽ HRMനേക്കാളും നിങ്ങൾ HRM പഠിച്ചു വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ SHRM എന്ന് പറയുന്നൊരു സംഭവം നമ്മളെല്ലാവരും പഠിച്ച ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്.
ഓക്കെ, SHRM എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഓരോ കാര്യങ്ങളും മൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം നമ്മുടെ മുന്നിൽ? വി നീഡ് എ സ്ട്രാറ്റജി ടു ഫോളോ. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഒബ്ജക്റ്റീവ്സ് ആർ അലൈൻഡ് വിത്ത് ദ മിഷൻ, വിഷൻ, വാല്യൂസ് ആൻഡ് ദ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓഫ് വിച്ച് ദേ ആർ എ പാർട്ട്. ചിലപ്പം HRM എന്ന് പറയുമ്പം ഈ പറയുന്ന മിഷൻ എന്ന് പറയുന്ന ആംഗിളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോയേക്കാം. പക്ഷേ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വി ആർ ഡിഫൈനിങ് ദ സ്ട്രാറ്റജി ടു ദി HR ഡിപ്പാർട്ട്മെൻറ്റ്. അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരാണ്, ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള വെരി ക്ലിയർ പാത്ത് ഇസ് ഗിവൻ ഇൻ ഫ്രണ്ട് ഓഫ് യു, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്ട്രാറ്റജി വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് വെറും HRM മാത്രമാകുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് വൈഡ്ലി സ്പ്രെഡ് പോലെയാണ്. ചില സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ചില സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ SHRM എന്ന് പറയുമ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അവിടെ വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമുക്കിതിൽ ഇമ്പോർട്ടൻസ് ഓഫ് SHRMൻ്റെ നോക്കാം. എ ടീം വെൻ ഇറ്റ്സ് മെമ്പേഴ്സ് സപ്പോർട്ട് ഈച്ച് അതർ ആൻഡ് വർക്ക് ടുഗെദർ ഫോർ എ കോമൺ ഗോൾ. ഓക്കെ, പ്ലെയർ A, our strategic HR department must work with layers B, C, D and E, our different organizational departments. They must play the way they have planned out before, assist when necessary to help another player get the basket and compensate for the weakness of one in order to create a stronger team as a whole. When a team works together to reach the common goal, only then they can be truly successful. In strategic HRM, thus is the process of using HR techniques to create a stronger organization. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ ചെറിയൊരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വന്നത്. ദാറ്റ് ഈസ് സാധാരണ HRMൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ they will give you some tasks or they will give you some workloads that we have to do. നമ്മൾ ചെയ്യുക, അവസാനിപ്പിക്കുക, പോവുക. നമ്മൾ കൊടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഗോളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോമൺ ഗോളിലേക്ക് ഒരു ഓർഗനൈസേഷൻ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ടീം A അല്ലെങ്കിൽ ടീം B അല്ലെങ്കിൽ ഒരു ABCD എന്ന് പറയുമ്പോൾ പല വിഭാഗങ്ങളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ വെൻ ദേ വർക്ക് ജോയിൻ്റ്ലി, if their work is completed, the other group has to join this group and complete this work efficiently. അപ്പോൾ ചില ഗ്രൂപ്പുകളിൽ കുറവുണ്ടായിരിക്കാം, ചില ആൾക്കാർക്ക് എഫിഷ്യൻ്റായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. വേറെ ഒരാളും തന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവർ വരും, സപ്പോർട്ട് ചെയ്യും. എല്ലാവരും കൂടി ഒരു കോമൺ ആയിട്ട് അതേപോലെ തന്നെ ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് തന്നെ നമുക്കത് ചെയ്ത് തീർക്കാനും അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. സോ കോമൺ ഗോളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി മുന്നോട്ട് പോകുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. സോ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർഗനൈസേഷൻ ഈസ് ഗിവിങ് യു എവ്രി വൺ, ഇതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തോ. അപ്പോൾ ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അവിടെ പല ഇൻഡിഫറൻസസ് മേ ടേക്ക് പ്ലേസ്. പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും നമ്മളവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഒന്നും തന്നെ ഇല്ലാതെ ഇങ്ങനെ ചെയ്യാം, അങ്ങ് ചെയ്യാം, നിങ്ങളുടെ കഴിഞ്ഞോ, എന്നാൽ ഞാനും കൂടി നിങ്ങളുടെ കൂടെ കൂടാം, നമുക്ക് ഒരുമിച്ച് ഇത് കഴിയാത്ത ഭാഗങ്ങൾ നമുക്ക് തീർക്കാം. അങ്ങനെ ഒരു ഒത്തൊരുമയാണ് ഓരോ ഓർഗനൈസേഷനിലും വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ എക്സാമ്പിളിൽ നമുക്ക് അപ്പോൾ ഈച്ച് ആൻഡ് എവറി ഗ്രൂപ്പ് ഹാസ് ബീൻ ഗിവൻ ദി സ്ട്രാറ്റജി ഓർ ദേ ഹാവ് ഗിവൻ ദി ഗോൾ ദേ ഹാവ് ടു അച്ചീവ്. സോ എവ്രി വൺ ഷുഡ് ഫോക്കസ് ഓൺ ദ സെയിം ഗോൾ. നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഗോൾ തന്നിട്ടില്ല, ഒരൊറ്റ ഗോളേ ഉള്ളൂ. അപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം എന്താണ്, അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി എല്ലാവരും ഒരേ സ്പിരിറ്റിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് SHRMലൂടെ നമുക്ക് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സിലാണ്.
So we'll see the steps in international human resource strategy. Break all the, ഇത് നമുക്ക് 21 points ഉണ്ട്, ഞാൻ ജസ്റ്റ് വായിച്ചത് അങ്ങോട്ട് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. ബ്രേക്ക് ഓൾ ദ ലോക്കൽ നാഷണൽ ഗ്ലാസ് സീലിങ്സ്. വാട്ട് യു മീൻ ബൈ ഗ്ലാസ് സീലിങ്സ്? നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഗ്ലാസ് സീലിങ്സ് ഉണ്ട്. എനിക്ക് ഇത്രേ ഉയരാൻ പറ്റുള്ളൂ, I can reach only here, I can do only this. So break all those things. You just plan next thing so that it will help you to grow എന്നുള്ളതാണ്. So end all favoritism. So ഇന്ന ആൾക്ക് ഇത് ചെയ്തു കൊടുക്കുക, അടുത്ത ആൾക്ക് ഇങ്ങനെ ഒരു ഫേവറൈറ്റിസം. ജസ്റ്റ് എൻഡ് ഓൾ ദോസ് തിങ്സ്, allow everyone to grow എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇതിലവർ പറയുന്ന ഒരു ചെറിയൊരു distinction can put companies at a clear disadvantage. Ethnocentric companies tend to xenophobic. They must put the confidence in nationals at their headquarters country, and this is dangerous. That is, xenophobia എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dislike against people from other countries അല്ലേ. ഇപ്പോൾ അമേരിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക്സ് തമ്മിലുള്ള ഇപ്പോഴും ആ ഒരു റേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറൻസസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ചില രാജ്യത്ത് ചില രാജ്യക്കാർ വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടാവില്ല. ഇപ്പോൾ ചിലപ്പോൾ ചൈനയിലൊക്കെ പോകുമ്പോൾ ഇന്ത്യക്കാർ വരുന്നത് ചിലപ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും, ചിലപ്പോൾ ഇന്ത്യയിൽ ചൈനക്കാർ വരുന്നത് നമുക്ക് ദേഷ്യം. ഈവൻ പാകിസ്ഥാൻ പീപ്പിൾ അവർ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ പാകിസ്ഥാനി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെറർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവരിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളെ കുറിച്ചിട്ട് വളരെ തെറ്റായിട്ടുള്ള ധാരണകളോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ റിക്രൂട്ട്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ less effort is put into recruiting top-notch young people in overseas markets. This leaves fast-growing, developing markets with shallow bench strengthening. Insufficient attention is given to assessing, training and developing the career of valuable locals already on the company payroll. In an increasingly global environment, cultural sensitivity and skills are what count, and these comes with an individual, not a nationality. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ബേസിസിലായാലും യങ് പീപ്പിളിനെ എവിടെ യൂട്ടിലൈസ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. Trace your lifeline, that is the second point. Based on company's business strategy, identify the activities that are essential to achieving success around the world and specify the positions where you want to reach, in which country you want to reach, how you are going to reach over there. So what are all the things you have to concentrate എന്നുള്ള കാര്യം. നമ്മളെപ്പോഴും നമ്മുടെ ഒരു കരിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മളൊരു കരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് where you want to reach എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബിൽഡ് എ ഗ്ലോബൽ ഡാറ്റാബേസ്. അതിനെ ടു നോ ഹൂ ആൻഡ് വെയർ യുവർ ടാലൻറ്റ് ഈസ്. So when you assess, when you value or when you evaluate yourself globally, ഓരോരുത്തരും അവരവരുടെ കഴിവുകളും അവരുടെ എക്സ്പീരിയൻസസും അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്കും കൂടി അതൊരു മോട്ടിവേഷനാണ്. കൺസ്ട്രക്റ്റ് എ മൊബിലിറ്റി പിരമിഡ് എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ് യുവർ മാനേജേഴ്സ് ഇൻ ടേംസ് ഓഫ് ദെയർ വില്ലിംഗ്നെസ് ടു മൂവ് ടു ന്യൂ ലൊക്കേഷൻസ് ആസ് വെൽ ആസ് ദെയർ എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ മാനേജേഴ്സ് പുതിയ സ്ഥലങ്ങൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വൈ, ഹൗ ആൻഡ് വെൻ ദേ ആർ ഗോയിങ് ടു ലീവ് ദോസ് ഓർഗനൈസേഷൻസ്, പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ വൈ ഡു ദേ സെലക്ട് സച്ച് പ്ലാറ്റ്ഫോംസ് എന്നുള്ളതും കൂടി നമ്മളറിയാം. അപ്പം ഒരു മീഡിയം അസൈൻമെൻറ്റ്സ് ആണോ അല്ലെങ്കിൽ ലോങ് ടേം അസൈൻമെൻറ്റ്സ് ആണോ, എങ്ങനെയാണ് ഇവർക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ മറ്റൊരു കമ്പനിയിൽ നിന്ന് ഒരാൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഷുവറാണ് നാളെ അവർ നമ്മളെക്കാളും ഹയർ പേ അല്ലെങ്കിൽ ഹയർ വേറെ ഏതെങ്കിലും രീതിയിൽ അവരിനെ പ്രൊവോക്കിംഗ് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഉടനടി നമ്മുടെ ഓർഗനൈസേഷൻ ലീവ് ചെയ്ത് അവർ പോകുമെന്നതിൽ നമുക്കൊരു സംശയം വേണ്ട. സോ ഹൗ യു ആർ മെയിൻറ്റെയിനിങ് ഓർ റീറ്റെയിനിങ് ദ പേഴ്സൺ. നെക്സ്റ്റ് ഈസ് ഐഡൻറ്റിഫൈ യുവർ ലീഡർഷിപ്പ് ക്യാപിറ്റൽ. ലീഡർഷിപ്പ് ക്യാപിറ്റലിൽ വരുന്നത്
Build a database of your company's mix of managerial skills by persuading people to describe the information in their CVs, their management talents and their profile templates. നമ്മൾ എപ്പോഴും ഗ്ലോബൽ വൈസ് നമ്മൾ കൊടുക്കുന്ന CVs എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ഏരിയാസും നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. വാട്ട് എക്സ്പീരിയൻസസ് യു ഹാവ് ആൻഡ് വാട്ട് യു ഹാവ് അച്ചീവ്ഡ് സോ ഫാർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ആക്സസ് യുവർ ബെഞ്ച് സ്ട്രെങ്ത് ആൻഡ് സ്കിൽ ഗ്യാപ്പ്. ദാറ്റ് ഈസ് നമുക്കുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്കിൽസ് എന്താണ്, നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട്, കുറവുകളുള്ളത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിക്രൂട്ട് റെഗുലർലി. സെർച്ച് ഫോർ ന്യൂ റിക്രൂട്ട്സ്. നമ്മൾ എപ്പോഴും പഴയ ആൾക്കാരെ തന്നെ വെച്ച് വണ്ടി മുന്നോട്ട് കൊണ്ടുപോയിട്ടിരുന്നാൽ അവിടെ പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. സോ എവറി ഇയർ പുതിയ റിക്രൂട്ട്സ് ഉണ്ടാക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ടെക്നോളജി എന്താണ്, പുതിയ മെത്തേഡുകൾ എന്താണ്. വെൻ ന്യൂ ബ്ലഡ് കംസ്, വെൻ ന്യൂ ബ്ലഡ് എൻറ്റേഴ്സ് ദി ഓർഗനൈസേഷൻ ദെർ വിൽ ബി എ ചേഞ്ച് ഇൻ ദി ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പഴയ ആൾക്കാരാണെങ്കിൽ വണ്ടി തള്ളിക്കൊണ്ട് പോവും, അതേപോലെ വലിയ മാറ്റങ്ങളൊന്നും അവിടെ സംഭവിക്കില്ല. ദ ഓർഗനൈസേഷൻ വിൽ ബി ദെയർ, ദാറ്റ്സ് ഓൾ, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷേ നേരെ മറിച്ച് പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, പുതിയ ടെക്നോളജി, പുതിയ മെത്തഡോളജി, ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലോബൽ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അഡ്വർടൈസ് യുവർ പോസ്റ്റ്സ് ഇൻറ്റേർണലി. അതേപോലെ തന്നെ അതിലെ നമ്മൾ റൺ യുവർ ഓൺ ഗ്ലോബൽ ലേബർ മാർക്കറ്റ്. അഡ്വർടൈസ് ദി പോസ്റ്റ് ഓൺ വർക്ക് വൈഡ് ഇൻട്രാനെറ്റ്. ഇൻട്രാനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് വിത്തിൻ ദി ഓർഗനൈസേഷൻ. സോ അതിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എന്ത് റോളാണ്, എന്ത് ടെക്നോളജിയാണ്, എന്തൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ആംബിഷ്യസ് ആയിട്ടുള്ള പീപ്പിൾ എവിടെ എത്തിയിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് കാണുന്നവർക്കോ അത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്കോ അവരെക്കുറിച്ചുള്ള റിസൾട്ട് അറിയുമ്പോൾ കുറച്ചും കൂടിയും മോട്ടിവേറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. Institute succession planning. Every member in a lifeline job should be required to nominate up to 3 candidates who could take over that post in the next week. അപ്പോൾ നമുക്ക് ഒരു 3 കാൻഡിഡേറ്റ്സിനെങ്കിലും നമ്മുടെ സക്സഷൻ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ടോ നമുക്ക് സജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ, നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വേറൊരു പോസ്റ്റിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഇതിലേക്ക് എത്ര പേർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും, എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ ചലഞ്ച് ആൻഡ് റീറ്റെയിൻ യുവർ ടാലൻറ്റ്. മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു റീറ്റെയിൻ ടാലൻറ്റ്. അല്ലേ, നമ്മൾ എത്ര ബെനിഫിറ്റ്സ് കൊടുത്താലും, എത്ര മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുത്താലും ചില ആൾക്കാർ അവരവിടെ തന്നെ നിൽക്കണമെന്നില്ല. If they are talented, they will fly away എന്നുള്ളതാണ്. And then be open. Be very open with people about the company's assessment of their potential and future. അതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഓപ്പൺ ആയിരിക്കുന്നുവോ അതേപോലെ തന്നെ പേയ്മെൻറ്റിലും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. പേ പീപ്പിൾ വെൽ. എന്നാലാണ് അവർക്ക് പൊട്ടൻഷ്യലി അവിടെ നിൽക്കാനായിട്ടും തോന്നുള്ളൂ, മോട്ടിവേഷനും ഉണ്ടാവുള്ളൂ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇഫ് യു ആർ നോട്ട് പേയിങ് ദം, അവർക്ക് തോന്നും അവരിപ്പോൾ ഇത്രേ തരുന്നുള്ളൂ, പിന്നെ എന്തിനാണ് നമ്മൾ കൂടുതൽ പണിയെടുക്കണേ. സോ വെൻ ദേ പേ അക്കോർഡിംഗ് ടു യുവർ പെർഫോമൻസ്, ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ഫോർ യു ടു വർക്ക് മോർ ആൻഡ് മോർ. ഓക്കെ, ആൻഡ് ദെൻ ടൈംലി പ്രൊമോഷൻ. അപ്പം ആൾക്കാർ അവരെ എബിലിറ്റി അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനും മറക്കരുത്. സെറ്റപ്പ് എ ടാസ്ക് ഫോഴ്സ്. HR strategists need to facilitate and implement the program. സോ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവർക്ക് ഓരോരുത്തർക്കും ടാസ്ക് ഫോഴ്സ് കൊണ്ടുവരാം, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. റിട്ടേണിംഗ് എക്സ്പെർട്സ്. ഫൈൻഡിങ് എക്സൈറ്റിംഗ് ചാലഞ്ചസ് ഫോർ റിട്ടേണിംഗ് എക്സ്പേർട്സ് ഇൻ അനദർ പ്രോബ്ലം. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ചാലഞ്ചിങ് ജോബുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അവർക്ക് ഇത് ഇവർക്ക് പറ്റാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്, സോ നമുക്കിത് എങ്ങനെയെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യണം, എങ്ങനെയെങ്കിലും ചാലഞ്ചിങ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് കൂടി കൊണ്ടുവരാം. മാച്ചിങ് ദ സ്കിൽസ്. ഓരോരുത്തർക്കും അവരവർ CV എഴുതി തന്നിട്ടുള്ള രീതിയിലുള്ള സ്കിൽസിനോട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ജോബ് കൊടുക്കാം. സെൻഡ് ദ ഫൈനൽ കാൻഡിഡേറ്റ്സ് ടു വിസിറ്റ് ദ കൺട്രി വെയർ ദ പോസ്റ്റ് ഇസ്
ബേസ്ഡ്. അവർ ഏത് കൺട്രിയിലേക്കാണ് നമ്മൾ അവരുടെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വിസിറ്റ് ചെയ്ത് വരാനും ആ കൺട്രിയോട് കൂടിയിട്ട് ഒരു താല്പര്യം വരുത്താനും നമുക്കിത് സാധിക്കും എന്നുള്ളതാണ്. ഗിവ് ദി അപ്പോയിൻറ്റി ആൻഡ് ഫാമിലി കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ഇമ്മേർഷൻ ട്രെയിനിങ്. Assign a mentor from headquarters who will stay in touch with the manager throughout the posting. Set a clear objectives for the appointee's integration. Discuss next steps before departure. HR professional must devote more time to leaving their office and talking to people with different profiles. അല്ലേ, നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഡിഫറെൻറ്റ് ആൾക്കാരാണ്. സോ അവരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ആ ഒരു സ്ഥലം പോയിട്ട് വിസിറ്റ് ചെയ്ത് ആ കൺട്രി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക, ഫാമിലീനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക. അതേപോലെ തന്നെ ആൾക്ക് ആളുടേതായ രീതിയിലുള്ള അല്ലെങ്കിൽ ആളുടെ ലാംഗ്വേജിൽ തന്നെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള ആൾക്കാരനെ സെറ്റ് ചെയ്യാം, ഒരു മെൻറ്ററിനെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് എപ്പോഴും ഒരു കോൺടാക്റ്റിൽ നിൽക്കാനും ദാറ്റ് ഈസ് അയാളുടെ എക്സ്പീരിയൻസസ് ആൻഡ് ഓൾസോ പുതിയ കമ്പനിയിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഉള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ അതിനോട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്കസ് നെക്സ്റ്റ് സ്റ്റെപ്സ് ബിഫോർ ഡിപ്പാർച്ചർ. ഓരോ അസൈൻമെൻറ്റും നമുക്ക് തരുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേക്കും നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളൊരു ഡിസ്കഷനും നമ്മൾ അതിനോടൊപ്പം തന്നെ വെക്കണം. അതേപോലെ തന്നെ HR പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ബിഫോർ ലീവിങ് ദെയർ ഓഫീസ് they have to devote more time and they have to talk with the people. നമ്മൾ അറിയണം, ഓരോ എംപ്ലോയീസിനും അറിയണം. ജസ്റ്റ് അവർ ജോലിക്ക് വെച്ചു അവരെന്താ ചെയ്യണമെന്ന് നമ്മൾ നോക്കാണ്ട് പോകരുത്. ഓരോരുത്തരായിട്ട് ഒന്ന് സമയം കണ്ടെത്തി ചിലവഴിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്, ആ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് എന്താണ് അവരുടെ മനസ്സിലുള്ള പ്ലാൻ, അവരെവിടേക്ക് എത്ര ഹൈറ്റ്സിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ്. അപ്പോൾ ആ വ്യക്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീപ്പ് നോളജിലേക്കും പ്രോസ് ആൻഡ് കോൺസിലേക്കും നമുക്ക് എത്താനായിട്ട് സാധിക്കും. ആ വ്യക്തി കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഹൈറ്റ്സിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയിലും ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജിയിലുമാണ്. Okay, so this is enough for today's class. With this class we are winding up the portion. So ഇതിൽ ഏകദേശം ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി 21 പോയിൻറ്റ്സ് ഉണ്ട്. നമുക്കത് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, ഫിനാൻസിങ്, മൊത്തത്തിൽ എല്ലാത്തിലും എത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ, ഇൻ്റർനാഷണലി നമ്മൾ പോകുന്നതിനേക്കാളും മുമ്പ് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ അന്വേഷിച്ച് അറിയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ഇൻ്റർണലൈസേഷൻ ആണ്. ദാറ്റ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.